ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഇതേ നല്ല മഴയാണ് കേട്ടോ. 5 ദിവസത്തേക്ക് മഴ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റാഗി കൊണ്ടുള്ള ഇഡ്ഡലിയും ദോശയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നോക്കിയപ്പോൾ നന്നായിട്ട് പൊങ്ങിച്ച് പൊങ്ങി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് മാവ്. ആ അമ്മമാരുടെ സന്തോഷമൊന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ. അപ്പോൾ വേഗം തന്നെ ഞാൻ കുറച്ച് ഇഡ്ഡലിയും കുറച്ച് ദോശ ഉണ്ടാക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. ഇഷ്ടക്കാരുണ്ട്, കുറച്ച് പേര് ദോശ ഇഷ്ടക്കാരുണ്ട്. അപ്പോൾ 2 പേർക്കും ഞാൻ വിഷമപ്പെടുത്താതെ തന്നെ രണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി, ആദ്യം ഫസ്റ്റ് ഉണ്ടാക്കിയത് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കി ഞാൻ വേഗം മാറ്റി വെച്ചു. കൂടി ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശയുണ്ടാക്കി. ദോശയും ആണ് ഇഷ്ടം. മോർണിംഗ് അവൾ കഴിച്ചിട്ട് പോകാനായിട്ട്. അപ്പോൾ വെറുതെ ഈ ദോശ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആളത് കഴിക്കും കേട്ടോ വേഗം. അപ്പോൾ ഞാൻ അവൾക്കുള്ള ദോശ ഉണ്ടാക്കി. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോകാമെന്ന് പരിപ്പ് കാണുമ്പോൾ. അല്ല, തെറ്റിപ്പോയി. സാമ്പാറല്ല, എന്ന് ഞാൻ പരിപ്പ് കുത്തി കാച്ചിയതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ഞാനിവിടെ തൃശ്ശൂർകാരുടെ സ്പെഷ്യൽ കുത്തി കാച്ചിട്ട്. ഇതുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, ഒരു ഉണക്കമാന്തലും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറയുക ബിരിയാണി കിട്ടിയ സന്തോഷമാണ്. അപ്പോൾ ഞാൻ വേഗം തന്നെ പരിപ്പ് കഴുകി കുക്കറിലിടാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ പരിപ്പ് കുത്തി കാച്ചിയത് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ വേഗം വെച്ച് 2 വിസിൽ മതി, വേഗം നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ആ നേരം കൂടി ഞാൻ ഉള്ളിയും ചുവന്നുള്ളിയൊക്കെ തൊലി കളഞ്ഞ് വേഗം ചതച്ചു കൊണ്ടുവന്നു. ഇതിൽ ചതച്ച മുളക് ഇടാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ സാധാരണ മുളകാണ് ഇടുന്നത്. മക്കൾക്ക് അത് വലിയ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ മുളക് ഇട്ടിട്ട് ഞാൻ മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് മൂത്ത് വന്നപ്പോൾ ഞാനതിൽ പരിപ്പ് ഒഴിച്ച് കൊടുത്ത് അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും അപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേഗം ചായ വെക്കുകയാണ് കേട്ടോ. ചായ വെക്കാനായിട്ട് അതൊക്കെ റെഡിയാക്കി വെള്ളം തിളച്ച് വന്ന് ചായയിലും പഞ്ചസാരയൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ച് അവിടെ ഞാൻ സെറ്റാക്കിയിട്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് കറിയിൽ ഇത് കഴിഞ്ഞ് ഞാൻ ഇറക്കി വെച്ചു. അപ്പോഴേക്കും ഞാൻ കാലത്ത് നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഭയങ്കരമായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ സൈഡായിട്ട് ഞാൻ ദോശയ്ക്ക് ചട്നിയാണ് മെയിനായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ആ ചട്നിയും ദോശയൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിക്കും. എനിക്ക് ദോശയാണ് കേട്ടോ ഇഷ്ടം. ഇഡ്ഡലിയേക്കാളും കൂടുതൽ ഞാൻ ദോശയാണ്. എനിക്ക് റാഗി ദോശ, എനിക്ക് നൈസ് ദോശ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ എടുത്തു. ഞാൻ ഇതിൽ ചട്നിയാണ് കാണിച്ചേക്കുന്നത്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പരിപ്പ് കറിയും കൂടി ഇട്ടു. എൻ്റെ പൊന്നു പുള്ളിയായിരുന്നു കേട്ടോ. എനിക്കെന്തോ പരിപ്പും ചട്നിയും ദോശയും ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സാമ്പാറിനേക്കാൾ ഇഷ്ടമായി പരിപ്പ് കുത്തി കാച്ചിയതും ദോശ ഇതും കൂടിയും കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇപ്പുറത്ത് ചായ തിളച്ച് വന്നപ്പോൾ അത് ഇറക്കി വെച്ചു കേട്ടോ. അതിന് തലേദിവസം ഞാൻ ചാള കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചാളയൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വറുത്തെടുക്കാമെന്ന് വെച്ചു. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിൽ മുളക് ഞാൻ കുറച്ചാണ് ഇട്ടേക്കണേ. വേഗം കമൻറ്റ് വരാറുണ്ട് ഇതിലൊട്ടും മുളക് ഇട്ടിട്ടില്ലല്ലോ. മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും. ചാള ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 1:45 കൊച്ചിന് വരെ ചാള ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറേ എരിവിട്ടിട്ട് അതങ്ങനെ നാശമാക്കി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എരിവാണ് കേട്ടോ ഉപയോഗിച്ചേക്കണേ. അപ്പോൾ ആ കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലെ പയർ പൊട്ടിക്കാൻ പോയതാണ് കേട്ടോ. പയർ ഈ പ്രാവശ്യം നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചായനത് നമുക്ക് നടനേക്കാളും ബുദ്ധിമുട്ടാണ് ഇത് ഓരോന്ന് പറിച്ചെടുക്കാനായിട്ട്. പക്ഷേ നല്ല പയറായിരുന്നു. 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പയർ ഇവിടെ ഇടുന്നത്. പക്ഷേ കുറേ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കിട്ടി. ഒരു 5-6 കിലോ ഇപ്പോൾ തന്നെ കിട്ടിയിട്ടോ. ഇനിയും നമുക്ക് അതിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പയറൊക്കെ പൊട്ടിച്ച് നിങ്ങൾ മാറ്റി വെക്കാനായിട്ട് കാലത്ത് കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മളിതൊക്കെ പറിച്ച് വയ്ക്കും. മൂത്തതൊക്കെ നോക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മൾ കൊള്ളിയുടെ ഇടയിലാണ് നട്ടേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചായിട്ട് തോന്നുള്ളൂ. പക്ഷേ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പയറുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് നമ്മൾ പൊട്ടിച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കൃഷിക്കാരൊന്നുമല്ല, എന്നിരുന്നാലും നമുക്കിത് വെച്ചിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം പറയാനില്ല. അത് കാരണം എല്ലാ ദിവസവും മിക്കപ്പോഴും നമുക്കിവിടെ പയറുണ്ടാവും കേട്ടോ. കണ്ടോ, നല്ല പയറാണ് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത്. നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല നീളത്തിലും നല്ല വലുപ്പത്തിലൊക്കെയുള്ള പയർ കിട്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ഫാമിലാണ് കേട്ടോ പോയത്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഹസ്ബൻഡിന് എന്താ ജോലി എന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് അലങ്കാര മത്സ്യത്തിൻ്റെ ഫാമാണ് കേട്ടോ. ഹസ്ബൻഡിനെ ആ ഫാമാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫാമിൽ നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു മീൻ. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി ഇച്ചായൻ്റെ കൂടെ ഞാനും മക്കളും എല്ലാവരും കൂടി വന്നതാണ് കേട്ടോ. അപ്പോൾ മീനെ ഫീഡ് കൊടുക്കുന്ന സമയമായപ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ചാടി വരാണ് കേട്ടോ. ഫീഡ് കൊടുക്കാനുള്ള ആളുകളാണ് വന്നേക്കണേന്ന് വെച്ചിട്ട് ചാടി വരാണ്. പക്ഷേ നമ്മുടെ കയ്യിൽ ഫീഡില്ലല്ലോ. അപ്പോൾ മീനുകളൊക്കെ കാണിക്കാനുണ്ട്. നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചട്ടികൾ വെച്ച് കൊടുത്തേക്ക് നമുക്ക് മുട്ടയിടാൻ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ വെച്ചിങ്ങനെ. ഓസ്കാറാണ് നമ്മുടെ മെയിൻ താരം. അപ്പോൾ ഈ ഓസ്കാറിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഓടി കളിക്കുന്നത്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ കുറേ ദിവസമായി ഫാമിലോട്ട് വന്നിട്ട്. ഫാമും വീടും വേറെ ആയതുകൊണ്ട് ഇങ്ങോട്ട് വരവ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഇച്ചായൻ അവിടെ മീനൊക്കെ ഇങ്ങനെ പിടിച്ച് പാക്ക് ചെയ്യാനുള്ള മീനുകളൊക്കെ എണ്ണം നോക്കി അതിൻ്റെ സൈസൊക്കെ നോക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണേ. അത് കഴിഞ്ഞ് അവർ ആ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും അപ്പുറത്തെ ഫാമിലേക്ക് പോയിട്ടോ അവിടുത്തെ മീനുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയി.
അപ്പോൾ അവിടുത്തെ മീനുകൾ ഇങ്ങനെ ചാടി വരാം. നമ്മൾ അരിയത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടാവും നന്നായിട്ട് നമ്മുടെ അടുത്തേക്ക് ചാടി വരും. അവർക്ക് ഫുഡ് കഴിക്കേണ്ട നേരമായി. അതാണ് കേട്ടോ നമ്മുടെ അടുത്തേക്ക് വരട്ടെ. ഇത് ഹിക്കിലിയാണ് കേട്ടോ അടുത്ത മീൻ. അപ്പോൾ നല്ല നമുക്ക് ഇനി എടുത്ത് കാണിച്ചാലാണ് അതിൻ്റെ കളറൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി മീനുണ്ട് നമ്മുടെ ഫാമിൽ. ഒരു ദിവസം ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് കാണിക്കാം കേട്ടോ. നമുക്ക് ഒഴിവ് പോലെ നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഗപ്പികളുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് ഷോർട്സൊക്കെ ഇടാമല്ലോ എന്ന് വെച്ചിട്ട് ഞാനതിൽ ഗ്ലാസ്സിലൊക്കെ ആക്കി ഞാൻ ഇതിൽ മീനുകളെ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയമായിപ്പോൾ. അത് കഴിഞ്ഞിട്ട് ആ മീനുകളൊക്കെ പാക്ക് ചെയ്തൊന്ന് ബോംബെക്കാണ് കേട്ടോ മീൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മീനുകളൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു. എയറൊക്കെ അടിച്ചിട്ട് നമ്മൾ അതിന് ടാറ്റ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ മക്കളുടെ മീനുകളുടെ അടുത്തുള്ള ഒരു പരിചയമാണ് കേട്ടോ അത്. ഞങ്ങൾ അരപ്പയ്മേനെ നോക്കണതാണ് കാണുന്നത് കേട്ടോ. അതിനിങ്ങനെ മൂടിയിട്ടേക്കാണ്. 3 പേരും കൂടിയിട്ട് കണ്ട ഞങ്ങൾ അരപ്പയ്മേനെ നോക്കണ കണ്ടോ. അരപ്പയ്മ ഇങ്ങോട്ട് വന്നോളാൻ അവൻ കണ്ടുപിടിച്ചു. മൂടിയിട്ട അരപ്പയ്മേനെ മോൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് കാണിച്ചു കൊടുക്ക്. എന്തിനാ നോക്കാൻ വന്നേക്കണേ? എന്തിനാ? എന്ത് മീമീനിയാ? അരപ്പയ്മ. ലുക്ക് കണ്ടുണ്ടോ അരപ്പയ്മേനെ? എങ്ങനെ ബിഗ് ആണോ സ്മോൾ ആണോ? ബിഗ്. അരപ്പയ്മ എന്താ കഴിക്കുക? ചാളമീൻ ആണോ? ആഹാ, വേവിച്ചിട്ട് കൊടുക്ക ചാളമീൻ ആണോ? അല്ല, പച്ചയ്ക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ടാറ്റാ ബൈ ബൈ, സീ യു.